ഈ പ്രോബ്ലം എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നാണ് നമ്മളിതിൽ പറയുന്നത്. നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ റഫ് ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ റഫ് ഫിഗറിൽ നോക്കുമ്പോൾ 6 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു ഡയഗണലും മറ്റത് 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഡയഗണലാണ് കാണുന്നത്. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ അപ്പോൾ 30 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 60 30 90 ഡിഗ്രി വരും. ഈ മുകളിലും എന്തായിരിക്കും, ഇതേ ആംഗിളാണ് 30 60 തന്നെയാണ് മുകളിലും ആംഗിൾ വരിക. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ നിർമ്മിക്കാൻ കഴിയും. ട്രയാങ്കിൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ സ്കെയിൽ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, മൊത്തം ഈ ഡയഗണൽ മൊത്തമായിട്ട് വരയ്ക്കാം. അതായത് 6 3 9 സെൻറ്റിമീറ്ററിൽ ഈ ഡയഗണൽ വരയ്ക്കാവുന്നതാണ്. 6 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ 3 സെൻറ്റിമീറ്റർ കൂടി എടുത്തു കഴിഞ്ഞാൽ 9 സെൻറ്റിമീറ്ററിലേക്ക് ഇത് മാർക്ക് ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് 3 സെൻറ്റിമീറ്ററിൽ ഒരു മാർക്കിട്ട് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യണം. 30 ഡിഗ്രി ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യണം. പൊട്രാക്ടർ എടുത്ത് 30 ഡിഗ്രി ആംഗിൾ ഈ എൻഡിൽ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ചെരിച്ച് വരച്ചിരിക്കുന്നത് നമുക്ക് ആംഗിൾ സുഖമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ രൂപം കിട്ടും. 30 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ ഈ 0 എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. 0യിൽ നിന്ന് 30, വരയിലെ 0 നിന്ന് 10 20 30 വരെ മാർക്ക് ചെയ്യുക. അപ്പോൾ 30യിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിൻ്റ് ഇട്ട് വയ്ക്കാം. 30യിൽ പോയിൻ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ ഈ ലൈന് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ ചതുരത്തിൻ്റെ താഴെയുള്ള ലൈന് നമുക്ക് കിട്ടും. ആ ലൈന് വരയ്ക്കാം. ആ ലൈന് നമുക്ക് നീട്ടി വരയ്ക്കാവുന്നതാണ്. പിന്നീട് ഇറേസ് ചെയ്ത് കളയാം. പിന്നെ അടുത്ത എൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണം. പൊട്ടാറ്റോ കൊണ്ട് എടുത്ത് അടുത്ത എൻഡിൽ പോയിട്ട് 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 30 60 ആണല്ലോ. ഈ 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ വരയിൽ നിന്നാണ് 60 അളക്കേണ്ടത്. അത് ഈ പോയിന്റിൽ 60 വെച്ചിട്ട് ഒരു പോയിന്റ് ഇട്ട് വയ്ക്കാം. പോയിന്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈനും നമുക്ക് സ്ട്രൈറ്റ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കാം. അപ്പോൾ നമുക്ക് താഴെ പറയുന്ന ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ 30 60 90 ഡിഗ്രിയുള്ള ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ പാർട്ട് ഉണ്ട്. ഇതിൻ്റെ അപ്പർ പാർട്ട് ഇതേമാതിരി തന്നെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ആംഗിൾ ശ്രദ്ധിക്കണം. ആംഗിൾ ശ്രദ്ധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്രയായിരിക്കും, ഇവിടെ 30 വരും, ഇപ്പുറത്ത് എന്ത് വരും 60 ഇപ്പുറത്താണ് വരിക. അപ്പോൾ നമ്മൾ പൊട്ടാറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആംഗിളിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കറിയാം ഇവിടെ 30 ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വരയിൽ നിന്നാണ് നമ്മൾ അളക്കേണ്ടത്. വരയിൽ നിന്ന് 0 10 20 എടുത്ത് പോകണം. വരയിൽ നിന്ന് എടുത്ത് പോയിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 30 ഡിഗ്രിയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത്. 30 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്ട്രൈറ്റ് ലൈൻ യോജിപ്പിക്കുന്നു. സ്ട്രൈറ്റ് ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ 30 ഡിഗ്രി പോകും. ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഒന്നുകിൽ ടോട്ടൽ 90 ഡിഗ്രി വരച്ചാൽ മതി, അല്ലെങ്കിൽ താഴെ ടോട്ടൽ 90 ഡിഗ്രി വരച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ വരയിൽ നിന്നാണ് ഡയഗണലിൽ നിന്നാണ് വികരണത്താണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ 60 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ വരയിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് താഴെയുള്ള റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഡയമെൻഷൻ ആയിരിക്കും 6 സെൻറ്റിമീറ്റർ ആണ് വികരണം വരിക, ഡയഗണലിൽ വരിക. അതേപോലെ തന്നെ ആംഗിളും 30 60 ആയിട്ട് വരും. ഇനി മുകളിലും നമുക്ക് ഇതേപോലെ തന്നെയാണ്, സെയിം ആംഗിളാണ്. അതിൽ വികരണത്തിൻ്റെ ഡയഗണലിൻ്റെ നീളം വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സെയിം ആംഗിളാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം ആംഗിൾ എടുത്തിട്ട് ആദ്യം 30 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു, 30 ഡിഗ്രി വരയ്ക്കുന്നു. 30 ഡിഗ്രി വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പുറത്ത് 60 ഡിഗ്രിയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഈ 60 ഡിഗ്രിയാണ് ഇവിടെ വരിക. അപ്പോൾ 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് 60 ഡിഗ്രി വരയ്ക്കുക. ഈ വരയിലെ 0 നിന്ന് പോരേണ്ടത് 60 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ട്രൈറ്റ് ലൈൻ യോജിപ്പിക്കുന്നു. യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ അപ്പർ പാർട്ട് ഇതേപോലെ തന്നെ വരയ്ക്കണം. അപ്പർ പാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 30ൻ്റെ മുകളിൽ പൂരിപ്പിക്കാൻ വരുന്നത് 60യും, അപ്പുറത്ത് ഇപ്പോൾ വരച്ച 60യുടെ മുകളിൽ പൂരിപ്പിക്കാൻ വരുന്നത്, ഇവിടെ പൂരിപ്പിക്കാൻ വരുന്നത് എത്രയാണ്, 30ൻ്റെ മുകളിലാണ്. 30ൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, 60 ഡിഗ്രി നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്ത്, അതേപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണം. 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പൊട്ടാറ്റോ വെച്ചിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഈ വരയിലെ 0 എന്നാണ് പോകേണ്ടത്. എപ്പോഴും നമ്മൾ ഓർത്ത് കൺഫ്യൂഷൻ ആകരുത്. ആ 30 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ സ്ട്രൈറ്റ് ലൈൻ യോജിപ്പിക്കാം. സ്ട്രൈറ്റ് ലൈൻ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട രണ്ടാമത്തെ റെക്റ്റാങ്കിൾ മുകളിൽ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ആവശ്യമില്ലാത്ത പാർട്ടുകളൊക്കെ ഇറേസ് ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത പാർട്ടുകളൊക്കെ ഇറേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ കൃത്യമായിട്ടുള്ള ഈ സ്ട്രക്ചർ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ നമ്മളുടെ രണ്ട് റെക്റ്റാങ്കിളും കറക്റ്റ് മെഷർമെൻറ്റോട് കൂടിയിട്ട് ഇവിടെ നമുക്ക്
വരയ്ക്കാൻ പറ്റും. ഈ പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കാണാം 2 റെക്റ്റാങ്കിളാണ്, 2 ഒരേ വലുപ്പത്തിലുള്ള റെക്റ്റാങ്കിളാണ് പറയുന്നത്. റഫ് ഫിഗർ നമുക്ക് നോക്കാം. 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 60 ഡിഗ്രിയാണ് ആംഗിൾ പറയുന്നത്. 60 ഡിഗ്രി ആംഗിൾ ആവുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവുന്നത് ഈ 2 സൈഡുകളും തുല്യമാണ്. അതുകൊണ്ട് ഈ ആംഗിളുകളും തുല്യമായിരിക്കണം. അതായത് ഇതൊരു ഈക്വലായിട്ട് ട്രയാങ്കിൾ, ഒരു സമഭുജ ത്രികോണമാണ് നമുക്കിവിടെ കിട്ടുന്നത്. 3 ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഒരു സൈഡ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതോടുകൂടി ആ ട്രയാങ്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ ത്രികോണം നമുക്ക് കൺസ്ട്രക്ഷൻ പോസിബിളാണ്. ഈ കാണുന്ന റെഡ് ലൈനിലുള്ള ട്രയാങ്കിൾ നമുക്ക് ഒരു സൈഡും 2 ആംഗിളും വെച്ച് കഴിഞ്ഞ് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അത് നിർമ്മിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 3 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ആ 3 സെൻറ്റിമീറ്റർ കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുകയാണ്. 3 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ എൻഡിൽ 2 ആംഗിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഈ സൈഡ് നമ്മൾ വരച്ച് കഴിഞ്ഞു. 3 സെൻറ്റിമീറ്റർ വരച്ചതിന് ശേഷം നമ്മൾ ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് 60 ഡിഗ്രിയാണ്. അപ്പോൾ പൊട്ടാറ്റോ ഉപയോഗിച്ചുകൊണ്ട് 60 ഡിഗ്രി നമുക്ക് 2 എൻഡിലും വരയ്ക്കേണ്ടതുണ്ട്. 2 എൻഡിലും 60 ഡിഗ്രി വരയ്ക്കാം. വരയിൽ 0 എന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തേക്കും ഒരു 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പോൾ 2 ആംഗിളും ഒരേ സമയത്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പോൾ 60 ഡിഗ്രി 2 സൈഡിലും മാർക്ക് ചെയ്തു. 2 സൈഡിലും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 ലൈന് നീട്ടി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ട്രയാങ്കിൾ നമുക്കവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഇപ്പുറത്ത് ഇതേപോലെ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അതിൽ ഡയഗണൽ വീണ്ടും നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിളാണ്. 3 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വീണ്ടും ഈ 2 ഡയഗണലിലും കട്ട് ചെയ്താൽ മതി. നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന ലെങ്ത്ത് ഈ 2 ഡയഗണലിലും കട്ട് ചെയ്യാം. മൊത്തം 6 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക. 6 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ഡയഗണൽ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുക. ആ 3 സെൻറ്റിമീറ്റർ എവിടെയും കിട്ടും. 3 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. 3 സെൻറ്റിമീറ്റർ ഈ സൈഡിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതോടുകൂടി നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ 4 കോർണറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ 4 കോർണറും നമ്മൾ യോജിപ്പിക്കാം. നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കിൾ നമുക്കിവിടെ ഡയഗണലും ആയിട്ട് നമുക്കിവിടെ കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ അടുത്ത റെക്റ്റാങ്കിൾ കൂടി കൺസ്ട്രക്ട് ചെയ്യണം. അടുത്ത റെക്റ്റാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കിതിൻ്റെ ഇടയിലുള്ള ആംഗിൾ ഈ 2 ഡയഗണലിനെ കട്ട് ചെയ്തുകൊണ്ട് അപ്പുറത്ത് വെക്കുന്ന ആംഗിൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാവുന്നത് ഈ എല്ലാ ആംഗിളും ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ആംഗിളും കൂട്ടുമ്പോൾ 60 60 60 ആണ് വരുന്നത്. അപ്പോൾ 360 മൊത്തം വരണം. 360 ആ 360യിൽ നമ്മൾ 240 ഡിഗ്രി 4 ആംഗിൾ പോയി, ബാക്കി 120 ഡിഗ്രി വരുന്നത്. 120 ഡിഗ്രീനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയഗണലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 30 ഡിഗ്രി അടുത്ത ഡയഗണലിലേക്ക് മറ്റേ റെക്റ്റാങ്കിളിൻ്റെ വികരണത്തിലേക്ക് ഒരു 30 ഡിഗ്രിയാണ് ഡൈവേർഷൻ വരുന്നത്. ആ 30 ഡിഗ്രി അവിടെ കൺസ്ട്രക്ട് ചെയ്യാം. 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ അതിൽ നിന്ന് 60 ഡിഗ്രി ഡൈവേർട്ട് ചെയ്തിട്ടാണ് അടുത്ത് നിൽക്കുന്നത്. ആ ഡയഗണലിനെ 60 ഡിഗ്രി ഡൈവേർട്ട് ചെയ്തിട്ട് അടുത്ത ഡയഗണലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഡയഗണൽ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് 60 ഡിഗ്രി അപ്പുറത്ത് വെച്ച് 60 ഡിഗ്രിയോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? 30 ഡിഗ്രി ഡൈവേർഷനോ ചെയ്യാം. ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 30 ഡിഗ്രി എടുക്കാം, ഡയഗണലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 60 ഡിഗ്രി എടുക്കാം. അപ്പോൾ നമ്മൾ 30 ഡിഗ്രി എടുത്തിരിക്കുന്നത്. 30 ഡിഗ്രി എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ഡയഗണലും ജോയിൻ ചെയ്തു. ഇനി ഈ ഡയഗണലിൻ്റെ 2 ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ ആണ്. ഇക്വലായിട്ട് ട്രയാങ്കിളാണ്. ഇക്വലായിട്ട് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് രണ്ടും 3 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യാം. ഈ 2 ഡയഗണലിന് 3 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം കോമ്പസും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഈ ഡയഗണലിനെ കട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ എല്ലാ ഡയഗണലിനെയും എല്ലാ സൈഡിലേക്കും കട്ട് ചെയ്യാം. എല്ലാ ഡയഗണലിനെയും എല്ലാ സൈഡിലേക്കും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത റെക്റ്റാങ്കിളിൻ്റെ അടുത്ത ചതുരത്തിൻ്റെ എല്ലാ പോയിൻറ്റും നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ആ പോയിൻറ്റുകൾ ജോയിൻ ചെയ്യാം. പോയിൻ്റ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക്
ഈ പോയിന്റുകൾ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത റെക്റ്റാങ്കിളും അവിടെ കറക്റ്റായിട്ട് കിട്ടും. അടുത്ത റെക്റ്റാങ്കിളും നമുക്ക് അവിടെ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ ബാക്കിയുള്ള വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. നമുക്ക് ഈ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ വരയ്ക്കാൻ പറ്റും. നമ്മളുടെ പാറ്റേൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ റെക്റ്റാങ്കിൾ 2 റെക്റ്റാങ്കിളാണ്. റഫ് ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6 സെൻറ്റിമീറ്റർ ഡയഗണൽ നമുക്ക് പുറമെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ പുറമേ റെക്റ്റാങ്കിളിൻ്റെ ഈ പാർട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ട്രയാങ്കിളിൻ്റെ പാർട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അവിടെ നമുക്കറിയാം 30, 60, 90 ആണ്. 6 സെൻറ്റിമീറ്റർ ഡയഗണലുമാണ്. അപ്പോൾ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം എന്ത് വരയ്ക്കാം? ഡയഗണൽ വരയ്ക്കാം. 6 സെൻറ്റിമീറ്ററിൻ്റെ ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ച ശേഷം നമുക്കറിയാം നേരത്തെ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഒരു എൻഡിൽ 30 ഡിഗ്രി, ഒരു എൻഡിൽ 60 ഡിഗ്രിയാണ് മെഷർ ചെയ്യേണ്ടത്. നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഒരു സൈഡിൽ 30 ഡിഗ്രി, ഒരു സൈഡിൽ എന്ത് ചെയ്യണം? 60 ഡിഗ്രി. ഇവിടെ നമ്മൾ 30 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മൾ 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യണം അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അപ്പുറത്തെ ലൈനിൽ പൊട്രാക്ടർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 60 ഡിഗ്രിയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ലൈന് വരയ്ക്കുന്നതോടുകൂടി അതിൻ്റെ ബിലോ പാർട്ടായി. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 30 വരച്ചോർത്ത് 60യും 60 വരച്ചു. 30ആണ് ഇവിടെ വരച്ച്, ഇവിടെ 60. അപ്പോൾ 30ൻ്റെ മുകളിൽ 60യും 60ൻ്റെ മുകളിൽ 30യും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ 60ൻ്റെ അവിടെ നമ്മൾ കോംപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി അവിടെ വരച്ചു. 30 ഡിഗ്രി വരച്ചതിന് ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് ഈ ആംഗിൾ കൂടി വരയ്ക്കണം. ആംഗിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഇതിൽ ഇവിടെ വെച്ചുകൊണ്ട് ഒന്നുകിൽ ടോട്ടൽ 90 ഡിഗ്രി വരച്ചാൽ മതി, അല്ലെങ്കിൽ 30നെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 60 ഡിഗ്രി വരച്ചാൽ മതി. അപ്പോൾ ഇവിടെ 30നെ കോംപ്ലിമെൻറ്റ് ചെയ്ത് 60 ഡിഗ്രി വരയ്ക്കണം. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഈ റെക്റ്റാങ്കിൾ വരച്ചു. ഇനി നമുക്ക് അടുത്ത റെക്റ്റാങ്കിളാണ് വരയ്ക്കേണ്ടത്. അടുത്ത റെക്റ്റാങ്കിളും സെയിം റെക്റ്റാങ്കിൾ ആണെന്ന് പറയുന്നത്. സെയിം റെക്റ്റാങ്കിൾ ആണ്. സെയിം റെക്റ്റാങ്കിൾ ആകുമ്പോൾ ഇവിടെ 30 ആകുമ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്രയായിട്ട് മാറും? 60 ഡിഗ്രി ആയിട്ട് മാറും. ഒരു ആംഗിൾ, ഈ കാണുന്ന ആംഗിൾ 60 ഡിഗ്രിയും മൊത്തം 60 ഡിഗ്രിയും ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ എത്രയായിട്ട് മാറും? 30 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ ഈ ഡയഗണലിൽ നമ്മൾ വരയ്ക്കേണ്ടത് ഇനി 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഡയഗണലിൽ വെച്ച് നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്ത് 60 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം 60 ഡിഗ്രി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ ജോയിൻ ചെയ്യുന്നു. ആ ലൈൻ ജോയിൻ ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. അപ്പോൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് 30 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് 30 ഡിഗ്രിയായി. താഴത്തെ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ 60 വരച്ചെടുത്ത് 30 ഡിഗ്രിയും 30 വരച്ചെടുത്ത് 60 ഡിഗ്രിയാണ് ഇനി ആ ഡയഗണലിൻ്റെ മുകളിൽ കൺസ്ട്രക്ട് ഉണ്ട്. അപ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ കിട്ടുക. അപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് അടുത്ത കൺസ്ട്രക്ഷൻ ചെയ്യണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നമ്മൾ 30 ആണ് കൺസ്ട്രക്ട് ചെയ്ത്, അതുകൊണ്ട് നമ്മളവിടെ 60 മാർക്ക് ചെയ്യണം. 60 മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ലൈൻ ജോയിൻ ചെയ്യുക. ഇനി ഇപ്പുറത്ത് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് ഇപ്പോൾ നമ്മൾ ഡയഗണലിൽ താഴെ 30 ഡിഗ്രിയാണ് മാർക്ക് ചെയ്ത്, 60 ഡിഗ്രിയാണ് മാർക്ക് ചെയ്ത്, അവിടെ നമ്മൾ 30 ഡിഗ്രി മാർക്ക് ചെയ്യണം. 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അതും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 റെക്റ്റാങ്കിളും ഇവിടെ കിട്ടും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 റെക്റ്റാങ്കിളും കിട്ടിയിട്ടുണ്ട്. ഈ മാറ്റാം, ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്തിട്ട് നമ്മുടെ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളുടെ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പോലെ ക്ലിയർ ആക്കിയിട്ട് കിട്ടും. നമ്മൾ പറഞ്ഞ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.